അടുത്ത ദിവസമേ എനിക്ക് PSC പരീക്ഷ ഉണ്ടായിരുന്ന ദിവസമാണ്. ഞാൻ തലേന്ന് രാത്രി ചീരത്തോരൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമാണ് എനിക്കല്ല ബോഡി വീക്കായിട്ടാണ് തോന്നുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ എനിക്ക് കഴിച്ചത് ദഹിച്ചതും ഇല്ല. രാവിലെ എഴുന്നേറ്റപ്പം ഛർദ്ദിക്കുന്നു കിടക്കുന്നു. എക്സാമുണ്ട്, എന്താണെന്നറിയാൻ മേല. അങ്ങനെ ഞാൻ കുറേ നേരം നോക്കി. എക്സാം ഉച്ചയ്ക്കല്ലേ, ഒരു 10 മണിയോടെ ആയപ്പോഴത്തേനാണ് ഒന്ന് തല പൊക്കാൻ തുടങ്ങിയത്. വെളുത്തുള്ളിയൊക്കെ ചുട്ടു നിന്നു. അങ്ങനെ തല പൊക്കാൻ തുടങ്ങിയതിന് ശേഷം എണീറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് 11 മണിക്ക് ആയി, ഏകദേശം 11 മണിക്ക് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ BP ഒക്കെ കുറവാണ്, ട്രിപ്പൊക്കെ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ തല പോയാലും പരീക്ഷ വിടാൻ പറ്റത്തില്ല. ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കൊടുത്തതിനെല്ലാം ശേഷം 2 മണിക്കൂർ എന്തായാലും എടുക്കും. പിന്നെ സെൻറ്ററിൽ എത്തുമ്പോഴത്തേന് എനിക്ക് എവിടെ സെൻറ്റർ എന്നുള്ള വെച്ച് ദൂരോട്ടാണ്, എനിക്ക് അറിയാനും മേല. അങ്ങനെ അവരോട് പറഞ്ഞു എങ്ങനെ വന്നാലും ശരി ഞാൻ പരീക്ഷ എഴുതിയിട്ട് വന്നേ ട്രിപ്പൊക്കെ എടുത്തോളൂ, എന്നെ അങ്ങ് വിടാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു BP ഒക്കെ ലോ ആണ്, പരീക്ഷ എഴുതുമെന്ന് എന്താ ഉറപ്പ്, എണീറ്റിരുന്നാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ജീവനുണ്ടെങ്കിൽ ഞാൻ എഴുതിയിട്ടേ ഉള്ളൂ, ബാക്കി കാര്യമെന്ന് പറഞ്ഞ് ഞാനിപ്പോഴും 2 ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് എന്നെ നേരെ കയറ്റി വിടുകയാണ്. അങ്ങനെ നേരെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട് സെൻറ്ററിൽ ചെല്ലുന്നു. എന്തായാലും അവിടെ കുറച്ച് പഴയ ബെഞ്ചൊക്കെ കിടപ്പുണ്ടായിരുന്നു. എക്സാമിൽ കയറുന്ന സമയം വരേക്കും അവിടെ കിടന്നു. പിന്നെ എക്സാമിൽ കയറിയ സമയത്ത് ഇരുന്നൊക്കെ എങ്ങനെ എക്സാം എഴുതി തീർത്തു. അതിനുശേഷം ഞാൻ ആ സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തും കുറച്ച് ചെടിയുടെ ഒക്കെ വിത്തുകളുണ്ടായിരുന്നു, അതൊക്കെ തപ്പി പറക്കുന്നു. ഇച്ചിരി ഒന്ന് എഴുന്നേറ്റ് നടക്കാനുള്ള ജീവനേ ഉള്ളേ, എന്നാലും എനിക്ക് ഇനി സ്കൂളിൽ പോകാക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനൊക്കെ തപ്പി പറക്കണം. എന്നിട്ട് നേരെ വണ്ടി കയറുന്നു, ഹോസ്പിറ്റലിൽ വരുന്നു, ബ്ലഡൊക്കെ ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നു. അതിന് ശേഷം ട്രിപ്പ് ഇട്ട് 1.5 മണിക്കൂർ അവിടെ കിടക്കുന്നു. അങ്ങനെ ട്രിപ്പൊക്കെ കയറി കഴിഞ്ഞ് എടുത്ത് നോക്കിയപ്പം ബ്ലഡൊക്കെ കറക്റ്റാണ്. ഈ ട്രിപ്പ് കയറുന്നതിന് മുമ്പ് ഒരു സംഭവം എന്ന് വെച്ചാൽ ബ്ലഡ് ചെക്ക് ചെയ്യണമല്ലോ. ചെക്ക് ചെയ്യാൻ ബ്ലഡ് കൊടുക്കാൻ നേരമുണ്ട്. പിന്നെ ഇവിടെ കുത്തി ബ്ലഡ് കയറുന്നില്ല, ഇവിടെ കുത്തി ബ്ലഡ് കയറുന്നില്ല, അതുകൊണ്ട് ഇവിടെ കുത്തി ബ്ലഡ് കയറുന്നില്ല. അവസാനം ആ കൊച്ച് ഈ കയ്യിൽ കുത്തിയിട്ട് ഇങ്ങനെ ഞെക്കി എടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാൻ തുടങ്ങി. ഒരു തുള്ളി ബ്ലഡ് വരുന്നില്ല. അപ്പോൾ വെച്ചാൽ ബ്ലഡ് ഇത്രയ്ക്ക് ഇല്ലാതെ വരണ്ടേ അല്ലല്ലോ. എന്താ പറയുക, ഒരു രോദനം പോലെ ആദ്യമായിട്ട് ലാബിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ പേപ്പറൊക്കെ വെച്ച് തുടച്ചൊക്കെ എടുത്തിട്ട് ബ്ലഡൊക്കെ എടുത്ത് അതിനകത്തോട് ഒഴിക്കാൻ തുടങ്ങി. ഒരെണ്ണത്തിൽ ചൂറ്റി എടുത്തിട്ട് മറ്റൊരെണ്ണത്ത് ഒഴിച്ചു വെക്കുന്നു. അങ്ങനെ എന്തായാലും ഒരു ഉമ്മണി ബ്ലഡേ കിട്ടിയുള്ളൂ. അങ്ങനെ എന്തായാലും ഞാൻ ട്രിപ്പൊക്കെ ആയിട്ട് കിടന്നപ്പോൾ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കുക. അപ്പോഴെ ചെക്ക് ചെയ്യാൻ പോലും ബ്ലഡ് കിട്ടുന്നില്ല, എന്തായിരിക്കും ഒരു സിറ്റുവേഷൻ. അപ്പോഴെ ഞാൻ കുറച്ചായിട്ട് ഭയങ്കര വീക്കായിട്ട് വരികയാണ്. ബോഡി വെയിറ്റൊക്കെ നല്ല കുറവുണ്ടായിരുന്നു. നോമ്പൊക്കെ ആയപ്പോൾ ഈ ചൂട് എനിക്ക് താങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ ബോഡി ഭയങ്കര ഓവർ ഹീറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു, നന്നായിട്ട് വിയർക്കും. അപ്പോൾ ഞാൻ കുടിക്കുന്ന വെള്ളമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി പോലും ഇപ്പം ഈ ചൂട് തരണം ചെയ്യാനുള്ള ശേഷി എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും റിസൾട്ടൊക്കെ വന്ന സമയത്ത് HB ഒക്കെ കറക്റ്റായിട്ടുണ്ട്. കാൽസ്യം നോക്കിയപ്പോൾ കാൽസ്യം കറക്റ്റായിട്ടുണ്ട്. ട്രിപ്പൊക്കെ ഇട്ട് കറക്റ്റ് ആയപ്പോഴത്തേന് ഞാൻ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേന് വീണ്ടും ഹോസ്പിറ്റലിൽ ചുറ്റുവട്ടത്തൊക്കെ ചെടിയൊക്കെ നോക്കാൻ തുടങ്ങി. ഏതൊക്കെ ചെടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുക്കുന്നു. അങ്ങനെ ഡോക്ടറെ ചെന്ന് കണ്ടതിന് ശേഷമാണ് ഇത്. ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ടുണ്ട്, കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ബോഡി പെട്ടെന്ന് എൻ്റെ വീക്ക് ആവുന്നുണ്ട്, BP ഒക്കെ പെട്ടെന്ന് അങ്ങ് കുറയുന്നുണ്ട്, നിൽക്കുന്ന വെപ്പി. കാരണം ഞാൻ ഭയങ്കരമായിട്ട് ബോഡി ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, എനിക്ക് ചൂടൊട്ടും സഹിക്കാൻ പറ്റത്തില്ല. തണുപ്പ് എത്ര ആയാലും എനിക്ക് കിട്ടത്തുമില്ല. എത്ര തണുത്ത വെള്ളം തന്നാൽ